റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ചർച്ച സൗദി അറേബ്യയിൽ നടന്നിരുന്നു. ഈ പ്രധാനപ്പെട്ട ചർച്ചയിൽ യഥാർത്ഥത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ് പങ്കെടുത്തിരുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തിയാൽ മാത്രമേ ലോകത്തിന്റെ പല വ്യാപാര ബന്ധങ്ങളും സുസ്ഥിരമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് ഡൊണാൾഡ് ട്രംപിന് നല്ലതുപോലെ അറിയാം. ഇന്ത്യക്കും ഇത് നിർണായകമാണ്. കാരണം റഷ്യ യുക്രൈൻ യുദ്ധം നിർന്നാൽ മാത്രമേ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഇന്ത്യക്കും ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ക്രൂഡ് ഓയിൽ വിലയൊക്കെ അനിയന്ത്രിതമായി കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് വലിയ നേട്ടമാവും, പണപ്പെരുപ്പം കുറയുമെന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. എന്തായാലും സൗദി അറേബ്യയിൽ ഈ ചർച്ചകൾ നടക്കുമ്പോൾ അതിനകത്ത് സെലൻസ്കി ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സെലൻസ്കി ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല. സെലൻസ്കി സൗദി അറേബ്യയിൽ നടന്ന ട്രംപും പുടിനുമായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ സെലൻസ്കി സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ പുടിനും സെലൻസ്കിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച അവിടെ നടന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു പുതിയ വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ യുദ്ധത്തെക്കുറിച്ച് റഷ്യ ചൊവ്വാഴ്ച ഒരു വലിയ പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ, അതായത് വേണമെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സെലൻസ്കിയുമായി സംസാരിക്കാൻ തയ്യാറാണ് എന്നാണ് ക്രെംലിൻ ചൊവ്വാഴ്ച പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും അതിനിടയിൽ യുക്രൈനിയൻ പ്രസിഡന്റ് എന്ന നിലയിൽ സെലൻസ്കിയുടെ നിയമസാധുതയെ റഷ്യ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സുരക്ഷാ സേനയുടെ വിശാലമായ പ്രശ്നം അഭിസംബോധന ചെയ്യാതെ യുക്രൈൻ യുദ്ധത്തിന് ഒരു പരിഹാരവും ഇല്ല എന്നാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന വാദം. ചൊവ്വാഴ്ച ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് മാധ്യമങ്ങളുമായുള്ള സംഭാഷണത്തിനിടെയാണ് പുടിൻ വേണമെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ വേണമെങ്കിൽ സെലൻസ്കിയുമായി സംസാരിക്കാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഉള്ള പ്രസ്താവന പുറത്തു വന്നത്. എന്തായാലും ഇത് പുടിൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ വേണമെങ്കിൽ സെലൻസ്കിയുമായി സംസാരിക്കാം ഈ കാര്യത്തിലെന്ന്. എന്നിരുന്നാലും സെലൻസ്കിയുടെ ഈ വിഷയത്തിൽ നിയമസാധുത എല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. സെലൻസ്കിയുടെ 5 വർഷത്തെ പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞ വർഷമാണ് അവസാനിച്ചത്. എന്നിരുന്നാലും യുക്രൈനിയൻ നിയമം അനുസരിച്ച് പട്ടാള നിയമം പ്രാബല്യത്തിലുള്ളപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പോരാത്തതിന് റഷ്യ പലതവണ ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ നിയമാനുസൃത പ്രസിഡന്റായി റഷ്യ ഇപ്പോഴും അംഗീകരിച്ചില്ല. അതുകൊണ്ട് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് റഷ്യയെ കുഴക്കുന്ന ഒരു പ്രധാന പ്രശ്നം. അതേസമയം യുക്രൈൻ യൂറോപ്യൻ യൂണിയൻ ചേരുന്നത് റഷ്യ തടയില്ല എന്നും റഷ്യ പറഞ്ഞിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ യുക്രൈന് ചേരാം, അതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. പോരാത്തതിന് യുക്രൈൻ നാറ്റോയുടെ ഭാഗമാകുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്, അത് ഞങ്ങൾ ഇനിയും എതിർക്കും. യുക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നതിൽ എതിർപ്പില്ല. ഇത് ഏതൊരു രാജ്യത്തിന്റെയും പരമാധികാരമായിട്ടുള്ള അവകാശമാണ്. മറ്റൊരു രാജ്യത്തിന് ആജ്ഞാപിക്കാൻ ആർക്കും കഴിയില്ല. ഞങ്ങൾ ആജ്ഞാപിക്കാൻ പദ്ധതിയിടുന്നില്ല. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങളുടെയും സൈനിക സഖ്യങ്ങളുടെയും കാര്യത്തിൽ അത് തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ മുന്നിലുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് വ്ളാദിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ചൊവ്വാഴ്ച സൗദി അറേബ്യയിൽ US റഷ്യൻ ഉദ്യോഗസ്ഥർ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ചർച്ചകളാണ് നടന്നത്. റിയാദിലെ ദിരിയ കൊട്ടാരത്തിൽ നടന്ന ഈ കൂടിക്കാഴ്ച ട്രംപ് ഭരണകൂടം റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള US നയം മാറ്റുന്നതിനെ കുറിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ് കൂടെയാണ് എന്ന് നമ്മൾ എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിനിടയിൽ അമേരിക്കയും ഇന്ത്യയും എല്ലാം ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ബ്രിട്ടൻ ഞങ്ങളുടെ സൈന്യത്തെ റഷ്യയിലേക്ക് വേണമെങ്കിൽ അയക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിരുന്നത്. ആ കാര്യത്തിലും ഇപ്പോൾ ഒരു യോഗം യൂറോപ്പിൽ ഇന്ന് ചേരുന്നുണ്ട് എന്നുള്ളതാണ്. ജർമ്മനി, പോളണ്ട്, ഡെൻമാർക്ക്, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സൈന്യത്തെ യൂറോപ്പിലേക്ക് അയക്കണമോ എന്ന്. അതിനിടയിലാണ് ട്രംപ് ഇപ്പോൾ കൊണ്ടുപിടിച്ചുകൊണ്ട് ഈ റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താനുള്ള ചർച്ചകൾക്കായുള്ള വലിയ രീതിയിലുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. ആ നീക്കം ഏകദേശം വിജയത്തോട് അടുക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം വ്ളാദിമിർ പുടിൻ സെലൻസ്കിയെ കാണാം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു ശുഭകരമായിട്ടുള്ള ഒരു സൂചനയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ ആ കൂടിക്കാഴ്ച, ചരിത്രപരമായിട്ടുള്ള ആ കൂടിക്കാഴ്ച നടന്നേക്കും. യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം ട്രംപ് പ്രകടന പത്രികയിൽ ഏറ്റവും അധികം പറഞ്ഞിരുന്ന കാര്യം റഷ്യ യുക്രൈൻ യുദ്ധം ഞാൻ നിർത്തും എന്നുള്ളതാണ്. മറ്റൊന്ന് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നിർത്തുമെന്നാണ്. ആ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നിർത്തുന്നതിൽ ട്രംപ് ഏകദേശം വിജയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധമാണ്. അതുകൂടെ നിർത്തിക്കഴിഞ്ഞാൽ മാത്രമേ അമേരിക്കയുടെ പല പദ്ധതികളും, അതായത് എണ്ണ വ്യാപാരത്തിലെ പല പദ്ധതികളും സമ്പൂർണ്ണമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ട്രംപിന് സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.